നമസ്കാരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത്. വാളകത്തുള്ള ഒരു വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ താൻ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് ബിന്ദു വെളിപ്പെടുത്തൽ നടത്തിയത്. സൈബറിടത്തിൽ തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നായിരുന്നു ഗണേഷ് കുമാർ വിശദീകരിച്ചത്. എന്നാൽ ഇത് തള്ളുന്നതാണ് ഭാര്യയുടെ വെളിപ്പെടുത്തൽ. മാത്രമല്ല, മോശം സാഹചര്യത്തിലുള്ള ഗണേഷിന്റെ ഫോട്ടോ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ടെന്നും ഭാര്യ വെളിപ്പെടുത്തി. തനിക്കെതിരെ മന്ത്രി മാധ്യമങ്ങളിൽ തുറന്ന് സംസാരിച്ചതിനാലാണ് ഇതെല്ലാം പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തുന്നതെന്നും അവർ വ്യക്തമാക്കി. മന്ത്രി ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ വളരെ മോശം സാഹചര്യത്തിലാണ് കണ്ടത്. ഇത് പറയാൻ പോലും പറ്റാത്ത കാര്യമാണ്. മന്ത്രിയുടെ ഫോട്ടോ വന്നെടുത്തിരുന്നു. ആ ഫോട്ടോകളെല്ലാം കയ്യിലുണ്ട്. BJP കൗൺസിലറായ ശ്രീലേഖ തന്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞു. അന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. വീടിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാതെ വാതിലടച്ചു. പോലീസിനെ വിളിച്ചതിന് പിന്നാലെ ആ സ്ത്രീയെ കാറിൽ കയറ്റിവിട്ടു. സ്ത്രീ പോയതിന് പിന്നാലെ ഗണേഷ് കുമാർ മുറിയിൽ കയറി വാതിലടക്കുകയും ചെയ്തു. തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുകയാണ് ചെയ്തത്. പ്രതികരിക്കേണ്ടതാണ് ആദ്യം കരുതിയതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് എല്ലാം തുറന്നു പറഞ്ഞതെന്നും അവർ വ്യക്തമാക്കി. മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് മന്ത്രിയുടെ സഹായിയായ ശാന്തനാണെന്നും വാതിലടച്ചത് പ്രദീപ് എന്ന സ്റ്റാഫ് അംഗമാണെന്നും ബിന്ദു മേനോൻ വെളിപ്പെടുത്തി. സംഭവം കഴിഞ്ഞ് മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ തന്നോട് സാറിന് തെറ്റുപറ്റിയതാണെന്നും ക്ഷമിക്കണമെന്നും ആവശ്യപ്പെട്ടതായി അവർ അറിയിച്ചു. ഈ വിഷയത്തിൽ ഒത്തുതീർപ്പിനും ശ്രമങ്ങളുണ്ടായെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. വാളകത്തെ വീട്ടിൽ കണ്ടതിനെല്ലാം കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അവർ ആവർത്തിച്ചു. എന്നാൽ നിലവിൽ ഈ വിഷയത്തിൽ ഒരു നിയമ നടപടിക്ക് താൻ ഒരുങ്ങുന്നില്ലെന്നും അവർ പറഞ്ഞു. നേരത്തെ സൈബറിടത്തിൽ തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നായിരുന്നു ഗണേഷ് കുമാർ വിശദീകരിച്ചത്. തനിക്കെതിരെ എല്ലാ ആരോപണങ്ങളും തള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല. തനിക്കെതിരെ ആരും പരാതി നൽകിയിട്ടില്ല. തനിക്ക് നിരവധി പ്രണയങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ തനിക്കെതിരെ നടക്കുന്ന പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസുകാരാണ്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നത്. ഗണേഷിന്റെ ഭാര്യ ആർ ശ്രീലേഖയെ പരാതി പറയാൻ വിളിച്ചിരുന്നു എന്ന കാര്യത്തിൽ മന്ത്രി പ്രതികരിച്ചു. ആർ ശ്രീലേഖ ആരാണ്? അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണെന്നും ഗണേഷ് പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായും മന്ത്രി പറഞ്ഞു. ഞാനൊരു മികച്ച പൊതുപ്രവർത്തകനാണ്. ഇന്നേ വരെ അഴിമതി ചെയ്തിട്ടില്ല. പത്തനാപുരത്തുകാർ ഇത് വിശ്വസിക്കില്ല. എൻ്റെ എക്സ്റേ അവർക്കറിയാം. വീട്ടിലെ കാര്യം പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എനിക്കൊന്നും മറയ്ക്കാനില്ല. വീടിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്. തൻ്റെ ഭാഗത്തു നിന്നും മാന്യതയില്ലാത്ത പെരുമാറ്റം ഒരു സ്ത്രീക്കും ഉണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗണേഷ് കുമാറിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണമായിരുന്നു. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിൻ്റെ എല്ലാം ഫോട്ടോകൾ എടുത്ത ഭാര്യയെ ഗണേഷിൻ്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങിയായിരുന്നുവെന്നും ആരോപണം ഉയർത്തി മാതൃഭൂമി ഓൺലൈനായിരുന്നു വാർത്ത നൽകിയത്. ഇക്കാര്യമാണ് പിന്നീട് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ സ്ഥിരീകരിച്ചുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പോലീസ് സഹായം അഭ്യർത്ഥിച്ച് ഭാര്യ എന്ന തലക്കെട്ടിലായിരുന്നു മാതൃഭൂമി വാർത്ത നൽകിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. വാളകത്തെ കുടുംബ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ഭാര്യ ഗണേഷിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. മുൻ DGP ആർ ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയായ ഭാര്യ ഉടനെ അവരുമായി ബന്ധപ്പെട്ടു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രീലേഖ ധരിപ്പിച്ചപ്പോൾ സുരക്ഷയ്ക്കായി സർക്കാർ ഏർപ്പെടുത്തിയ 112 ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാനാണ് ശ്രീലേഖ ഉപദേശിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ വിളിച്ചതായും കാര്യങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ 112 വിളിക്കാനാണ് താൻ പറഞ്ഞതെന്നും ശ്രീലേഖയും വ്യക്തമാക്കി. കൗൺസിലർ എന്ന നിലയ്ക്കോ BJP നേതാവ് എന്ന നിലയ്ക്കോ അല്ല, ഭർത്താവിന്റെ സഹോദരി എന്ന നിലയ്ക്കാണ് താൻ ഗണേഷിന്റെ ഭാര്യയോട് സംസാരിച്ചതെന്നും ശ്രീലേഖയും വ്യക്തമാക്കി.